Hello dear students, welcome to another very interesting session in Prerna that is about wildlife tourism. Wildlife tourism, otherwise known as sanctuary tourism. I'm sure that there are so many in your group who love animals and also students of zoology who really consider it as an interest, and also above that people who have to study about animals, people who have to visit such centers. പക്ഷി മൃഗസങ്കേതങ്ങളിൽ ഒരുപക്ഷെ നിങ്ങളുടെ താല്പര്യം കൊണ്ട് പോയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി പോയേക്കാം. അപ്പം ഇത്തരത്തില് മൂന്ന് ഡെസ്റ്റിനേഷൻസ് അതാണ് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. വൈൽഡ് ലൈഫ് ഡെസ്റ്റിനേഷൻസ് 3 have been given in a syllabus. I'll name them. One is Gir. Okay, Gir Sanctuary or Gir National Park. Second one is Silent Valley. Nammala naattu thanneyulla Silent Valley. And also one more which is in Tamil Nadu, that is known as Vethandangal. Vethandangal is another wildlife sanctuary. അപ്പം ഈ മൂന്നെണ്ണത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളത്. There are so many national parks in India where you all can go and visit. You all can actually do safari if you really love to see the animals closer. That can be done. So there are so many opportunities in India for animal lovers. So here in your syllabus, however, only 3 have been named, and I'll be discussing only about those 3 destinations. So slides like okay, so the first one I have given here is about Gir, that is in Gujarat. എവിടെയാണ്? ഗുജറാത്തിലാണ് ഉള്ളത്. അപ്പം this is considered to be the home of Asiatic lions. Asiatic lions എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം, ഏഷ്യയിൽ പ്രത്യേക ആ ഒരു വിഭാഗത്തിനുള്ള പേരാണ്. അത് കണ്ടുവരുന്ന ഒരു സ്ഥലമാണിത്. ഇനി ഇത് എവിടെയാണ് നമുക്ക് നോക്കാം. It is otherwise a wildlife sanctuary, also known as Sasan Gir. Okay, ഇനി ഇത് എവിടെയാണുള്ളത്? തലാല ഗിർ ഇൻ ഗുജറാത്ത്. വലിയ എക്സ്റ്റെന്റ് ഉള്ള ഒരു ഏരിയ ആണ്. ദാറ്റ് ഇസ് 1412 കിലോമീറ്റർ സ്ക്വയർ, ആൻഡ് ഇറ്റ് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1965. ഓക്കെ, ഇനി പ്രത്യേകത എന്ന് വെച്ചാൽ ഡെസിഡുവസ് ഫോറസ്റ്റ് എക്കോ റീജിയൻ ആണിത്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്കറിയാം എങ്ങനെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സിംഹം അവരെ സംരക്ഷിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ a lot of census are conducted. So the last one conducted was in 2015, and we see that the number of Asiatic lions in 2015 was 523. So that we have to understand that it was a considerable increase in the number when compared to early census. കാരണം കാര്യമായ പരിരക്ഷണയാണ് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള മൃഗങ്ങൾക്ക്. പിന്നെ സിംഹം മാത്രമല്ല, മറ്റു പല മൃഗങ്ങളും ഇവിടെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ സിംഹം, ഏഷ്യാറ്റിക് ലയൺ, അതിന് വേണ്ടിയിട്ടാണ് ഗിർ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധ നേടിയിട്ടുള്ളത്. Okay, so this I have given you an image of a safari. You can see here. നമുക്കറിയാം നമ്മൾ ഇൻട്രസ്റ്റ് ആയിരിക്കും, പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യം, കാട്ടിലൊക്കെ ജീവിക്കുന്ന മൃഗങ്ങൾ അവരുടെ ഒരു പ്രിവസി അതാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് ഇത്തരത്തിലുള്ള. പക്ഷെ ഇറ്റ്സ് ആക്ച്വലി നമുക്കൊരു വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആണ് കുട്ടികൾക്കൊക്കെ ആയാലും വലിയവർക്കായാലും ടു സീ ലയൺ, ദ കിങ് ഓഫ് ജംഗിൾ, സോ ക്ലോസ്. സോ ദിസ് ഇസ് ഏഷ്യാറ്റിക് ലയൺ ഫോർ യു. ഇനി ഇതാണ് ഇത് അവരുടെ വേറൊരു ഫോട്ടോ ഇട്ടുന്നേ ഉള്ളൂ. സോ ഇതെന്താണ്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു നാഷണൽ പാർക്ക് വന്നത്? ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വാതന്ത്ര്യത്തിന് മുമ്പേ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇത് നവാബ്സിന്റെ കൺട്രോളിലായിരുന്നു. നവാബ്സ് ഓഫ് ജുനാഗഡ് കൺട്രോൾ ദിസ് ഏരിയ. ജുനാഗഡ് ഒരുപക്ഷെ നിങ്ങൾ ഈ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ പഠിച്ചിട്ടുണ്ടാവും, സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല. ജുനാഗഡ് എന്ന് പറയുന്ന പ്രദേശം നവാബ്സ് ആണ് ഭരിച്ചിരുന്നത്. അപ്പം അവിടെയാണ് ഇത്തരത്തിലുള്ള എന്താ പറയാ അവരുടെ കൺട്രോളിലുള്ള ഒരു പ്രദേശമായിരുന്നു ഇത്. ഇനി ഇവരിവിടെ നമുക്ക് അറിയാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ ലോട്ട്സ് ഓഫ് പീപ്പിൾ വെന്റ് ദേർ ഫോർ ഹണ്ടിങ്. ഓക്കെ, ഒരു വിനോദമായിരുന്നു, രാജാക്കന്മാരുടെ വിനോദമായിരുന്നു. പിന്നെ ബ്രിട്ടീഷ് കൊളോണിയൽ പീരീഡിൽ അത്തരത്തിലുള്ള ഉയർന്ന ഓഫീസേഴ്സ് അവരുടെ വിനോദമായിരുന്നു. അപ്പൊ അത്തരത്തിൽ എല്ലാവരും ഈ സിംഹത്തിനെ വെടിവെച്ച് വീഴ്ത്തുക, എന്നിട്ട് അതിന്റെ പിന്നെ സിംഹമായാലും നമുക്കറിയാലോ പല വീടുകളിലും അലങ്കാരത്തിന് വേണ്ടിയിട്ട് അതിന്റെ സ്റ്റഫ് ചെയ്തിട്ട് കൊണ്ടുവയ്ക്കുക. സോ പീപ്പിൾ കൺസിഡേർഡ് ഇറ്റ് ആസ് കൈൻഡ് ഓഫ് chivalry for them to do that, to adorn their homes and bungalows with such animals. തലയ്ക്ക് സ്റ്റഫ് ചെയ്ത് വെക്കുന്ന രീതി ഇന്ന് ഇറ്റ്സ് പ്രോഹിബിറ്റഡ്. അപ്പം അത്തരത്തിലുള്ള ഒരു
എന്താ വിനോദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അത് അങ്ങനെ വളരെയധികം കൂടിയ സമയത്ത് യു ക്യാൻ സീ ഹൗ ദർ വാസ് എ ഡ്രാസ്റ്റിക് ഡിക്ലൈൻ ഇൻ ദ നമ്പർ ഓഫ് ലയൺസ് ആൻഡ് യു കുഡ് സീ ഹൗ ഇറ്റ് ഹാഡ് ടു ബി പ്രൊട്ടക്റ്റഡ്. അങ്ങനെയാണ് ഇതൊരു നാഷണൽ പാർക്കായിട്ട് മാറുന്നത് എന്നുള്ളത്. ഐ ഹവ് ഗിവൻ ദ ഡീറ്റെയിൽസ് ഹിയർ. നൗ ഗർ ഇസ് ഓൾസോ ഫേമസ് ഫോർ ഇറ്റ്സ് ഫ്ലോറ ആൻഡ് ഫോണ. നോട്ട് ഓൺലി ഏഷ്യൻ ലയൺ, ഫ്ലോറ ആൻഡ് ഫോണ, ചെടികളും അവിടുത്തെ സസ്യങ്ങളും ഒക്കെ ബാക്കിയുള്ള മൃഗങ്ങളും എല്ലാം തന്നെ വളരെയധികം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇറ്റ്സ് ഇക്കോളജിക്കൽ റിസോഴ്സസ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സംരക്ഷണം നൽകിയിരിക്കുന്നത് എന്ന് നോക്കുവാണെങ്കിൽ ലയൺ ബ്രീഡിംഗ് പ്രോഗ്രാംസ് are given here. You can see how certain months of a year the park is actually closed so that they have their privacy. Breeding നടക്കുന്ന സമയമാണ്. മാത്രമല്ല we can see how artificial insemination methods എങ്ങനെ കുട്ടി ഉണ്ടാവാം ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്നുള്ള രീതിയിൽ കൂടെയും നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്പർ കൂടിയിട്ടുള്ളത്. Okay, 523 എത്തി നിൽക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും there are lots of other factors which have influenced this particular zone which is fragile ecologically. Let us see what are those. Drought ആവാം, cyclones are very common here, fire, കാട്ടുതീ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. പിന്നെ other anthropogenic reasons like overgrazing, it can also be excessive traffic. And ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് tourism has led to a considerable amount of environmental degradation. കാരണം ആൾക്കാർ ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും പോകണം എന്നുള്ള താല്പര്യമുണ്ട്. ആൻഡ് യു കെൻ സീ ഹൗ വെൻ ദർ ഇസ് ലാർജ് ഫുട്ഫോൾ ഡെഫിനറ്റ്ലി animals, their privacy, their normal life also gets affected. So you also can see mining, pollution are the other factors which led to environmental degradation of the zone. ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സോൺ ആണ്. ആൻഡ് മച്ച് കെയർ ഇസ് ടേക്കൺ ടു പ്രൊട്ടക്ട് ഏഷ്യാറ്റിക് ലയൺസ്. അപ്പം ഗുജറാത്ത് ടൂറിസം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. അത് അവര് ഫോക്കസ് ചെയ്യുന്ന ഗേറാണ്. ഗുജറാത്തിന് അവർ സിംബിളൈസ് ചെയ്യുന്നത് ലയണിനെയാണ്. അപ്പം അത് ഓരോ സ്റ്റേറ്റിനുണ്ടല്ലോ. നമ്മളാണെങ്കിൽ ആനയൊക്കെ ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ പിന്നെ ഇത്തരത്തിലുള്ള സിംഹങ്ങളെയാണ്. അപ്പൊ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗേർ ഇൻ ഗുജറാത്ത് ഹെറിറ്റേജ് ആൻഡ് ഓൾസോ ടൂറിസം റിസോഴ്സസ് എക്സെട്ര. വൈൽഡ് ലൈഫ് റിസോഴ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള ഒരു സങ്കേതം. സോ if you get a chance, go to Gar. Okay. Okay, അടുത്തത് പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ളതാണ് സൈലന്റ് വാലി. ഓക്കെ, സൈലന്റ് വാലി എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പാലക്കാടാണ്, മണ്ണാർക്കാട്. പാലക്കാട് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കേരളത്തിൽ തന്നെയുള്ള പ്രദേശമാണ് സൈലന്റ് വാലി എന്ന് പറയുന്ന പ്രദേശം. അപ്പം ഇതെന്താണ്, നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്? യു മസ്റ്റ് ബി നൗ തിങ്കിങ് അബൌട്ട് the very rare species of primates found there, that is lion-tailed macaque. Lion-tailed macaque എന്ന് പറയുമ്പോൾ സ്പെല്ലിംഗ് നോക്കണം, MACAQUES. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സിംഹവാലൻ കുരങ്ങുകൾ. അപ്പൊ സിംഹവാലൻ കുരങ്ങുകൾ കണ്ടുവരുന്ന ഒരു പ്രദേശം നീൽഗിരി സോൺ ആണ്. സഹ്യപർവ്വത നിരകൾ, നീൽഗിരി സോൺ. And this is very famous for the very rare species lion-tailed macaque. Not only lion-tailed macaque, hornbills, different types of other animals are also seen here. പ്രത്യേകിച്ച് ഒരു ചെടി പറയുകയാണെങ്കിൽ എന്താണ് സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട്. You must have seen, I don't know whether you've seen it. അതിങ്ങനെ the top portion appears like the fang of a fanam. A fang of a snake. So it is known as cobra plant or snake plant. കോബ്രയുടെ മുഖം പോലെ തോന്നുന്നത്. വളരെ റെയർ ആയിട്ടുള്ള വേറൊരു മരുന്നുണ്ട്. അതായത് ഒരു ചെടി ഇല അത് കഴിച്ചുകൊണ്ട് തന്നെ മൈഗ്രെയിൻ പോയി പോകും. അപ്പൊ അത്രയും റിച്ച് ആയിട്ടുള്ള എന്താ പറയാ ചെടികളും ആനിമൽസ് മൃഗങ്ങളും ഉള്ള പ്രദേശമാണ് ഈ സൈലന്റ് വാലി നിൽക്കുന്ന സോൺ. ഓക്കെ, ഇനി അതൊരു ഇമേജ് ആണ് സൈലന്റ് വാലി. ഡെസിഡുവസ് ഫോറസ്റ്റ്, ഷോല ഫോറസ്റ്റ് എന്ന് പറയുന്ന പ്രദേശമാണ്. യു കെൻ സീ തിക്ക് ഫോറസ്റ്റ് ഹിയർ. Another image, this is what you know, that is lion-tailed macaque. ഒരു ഇമേജ് ആണിത്. ഓക്കെ,
ഇനി ഒരു ഡിസ്കസ് നൗ അബൌട്ട് സൈലന്റ് വാലി മോർ. ഇത് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് ഇതിങ്ങനെ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ആരാണ് ആദ്യമായിട്ട് ഇതൊരു സൈലന്റ് വാലി എന്നുള്ള ഈ ഒരു സോണിനെ പറ്റിയിട്ട് പഠിച്ചത് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ബൊട്ടാനിസ്റ്റ് റോബർട്ട് റൈറ്റ് എന്ന് പറയുന്നത് കൊളോണിയൽ കാലഘട്ടത്തിൽ അദ്ദേഹമാണ്. നമ്മൾ അറിയാം ഈ ഒരു പ്രദേശം തന്നെ ബ്രിട്ടീഷുകാരെ കൺട്രോളിൽ വരുന്നു, മലബാർ. അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്, റോബർട്ട് റൈറ്റ്. ഇനി നമ്മൾ ഓർക്കേണ്ട അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സൈലന്റ് വാലി. എന്തുകൊണ്ടാണ് ഇതിന് പേര് വന്നതെന്നുള്ളതാണ്. യു മസ്റ്റ് സ്റ്റഡി സം ടൈം. ലെറ്റ് us see why this particular zone is known as silent valley. ഒരു പ്രധാനപ്പെട്ട ഒരു തിയറി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മെയിൻലി ബൈ ദ പെർസീവ്ഡ് ആബ്സെൻസ് ഓഫ് നോയ്സി സിക്കാഡാസ്. വാട്ട് ആർ സിക്കാഡാസ്? സുവോളജി പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ ജനറൽ ചീവീടുകൾ എന്ന് പറയും. അപ്പൊ ആബ്സെൻസ് ഓഫ് സിക്കാഡാസ്, സോ യു ഹാവ് സീൻ ഹൗ ഇറ്റ് ഇസ് നോൺ ആസ് സൈലന്റ് വാലി. അതുകൊണ്ടാണ് ചീവീടുകളിൽ ഒച്ച ഉണ്ടാവില്ല, അതില്ല എന്നതുകൊണ്ടാണ് സൈലന്റ് വാലി എന്ന് പറയും, സിക്കാഡാസ് ആൻഡ് ദിയർ ആബ്സെൻസ്. പിന്നെ other theory says about how everything is attributed to പാഞ്ചാലി, ദ്രൗപദി. അതായത് മഹാഭാരത കഥയിലുള്ള ഒരു ക്യാരക്ടറാണ് ദ്രൗപദിയും ഭർത്താക്കന്മാരും ഒരു അജ്ഞാതവാസ സമയത്ത് ദ്രൗപദി ഇൻഫാക്ട് ഹാഡ് ടേക്കൺ another റോൾ നോൺ ആസ് സൈരന്ധ്രി. ഓക്കെ, അപ്പൊ സൈരന്ധ്രി ജീവിച്ച സ്ഥലം, അങ്ങനെ സൈരന്ധ്രി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് ആംഗ്ലിസൈസ് ബ്രിട്ടീഷേഴ്സ് they couldn't say സൈരന്ധ്രി, they called it സൈലന്റ് വാലി. ഈ പ്രദേശത്ത് കുന്തിപ്പുഴയാണ് പ്രധാനമായിട്ട് ഒഴുകുന്ന പുഴ. അപ്പൊ അത് കുന്തി നിങ്ങൾക്ക് അറിയാലോ, നമ്മളുടെ പാണ്ഡവരുടെ അമ്മയായ കുന്തി. അപ്പം ആ ഒരു പശ്ചാത്തലം ആയിട്ട് നിങ്ങൾക്ക് ഒരു കഥ പോലെ അതിനെ ഓർത്തെടുക്കുകയാണെങ്കിൽ ചെയ്യാം. സോ ആംഗ്ലിസൈസേഷൻ ഓഫ് സൈലന്റ്രി, ദാറ്റ് ഇസ് വൈ സൈലന്റ് വാലി. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് സൈലന്റ് വാലി എന്ന ഒരു പേര് കിട്ടതാവാം. പിന്നെ ഒന്ന് വേറെ പ്രസൻസ് ഓഫ് lion tail macaques and their zoological name is Macaca silenus. Okay, അപ്പം ഇതിന്റെ പേര്, ഇത്ര സിംഹവാലൻ കുരങ്ങിന്റെ പേരെന്താണ്? zoological Macaca silenus, scientific name silenus എന്നുള്ളത് കൊണ്ട് സൈലന്റ് വാലി വന്നതാവാം. So these are the different interpretations. Okay, now what made this particular silent valley famous? It was in 1973 when you could see how the first environmental movement of the decade happened here. You must have heard about Chipko movement. പല മൂവ്മെന്റ്സ് ഉണ്ട് എൻവയൺമെന്റൽ, പ്രകൃതിയോട് ചേർന്നിട്ടുള്ള പ്രസ്ഥാനങ്ങൾ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവം വരാൻ കാരണം എന്താണ്? Now that there's a story behind that. കാരണം കേരളത്തിൽ എപ്പോഴും ഈ ഒരു വെള്ളത്തിന്റെ കുറവുണ്ട്. അത് നികത്താൻ വേണ്ടിയിട്ട് പല പ്രോജക്ട്സും വരുന്നുണ്ട്. അത്തരത്തിലൊരു വെള്ളം, പിന്നെ അത് പവർ മെയിൻലി. Okay, Kerala State Electricity Board (KSEB) decided to construct a dam across Kuntipura to tap water so that water power could be harnessed, and so in a way this could be used for cultivation and very many other purposes like industries could use it. അപ്പോൾ അങ്ങനത്തെ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ വരുന്നത്. So the plan was to construct a dam. അപ്പൊ അതെന്താ സംഭവിക്കുക എന്നത്, ഒരുപാട് മൃഗങ്ങളെയൊക്കെ അവരുടെയൊക്കെ ചൂഷണം ചെയ്തിട്ട് വേണം. അവിടെ ട്രൈബ് മൃഗങ്ങൾ മാത്രമല്ല, ട്രൈബൽ സോ മെനി പീപ്പിൾ ആർ ദെയർ. അപ്പൊ അവരുടെയൊക്കെ ജീവിത മാർഗം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൃഗങ്ങളൊക്കെ ഇല്ലാതായി പോകും, എസ്പെഷ്യലി ലയൺ ടെയിൽ മെക്കാക്ക്. അപ്പം ഈ ഒരു അവസ്ഥ വന്നപ്പോഴും ഇതൊരു എന്താ പറയാ, ഒരു മൂവ്മെന്റ് ആയി മാറി. ഓക്കെ, പ്രസ്ഥാനമായി മാറി. യു മസ്റ്റ് ഹാവ് ഹേർഡ് അബൌട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ദേ ടുക്ക് അപ്പ് ദിസ് മൂവ്മെന്റ്. ഇനി ഇത് ആരാണ് ആദ്യം തന്നെ പുറത്ത് കൊണ്ടുവന്നത് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഒരു ഡാം വന്നാല് സിംഹവാലൻ കുരങ്ങൾ ഇല്ലാതായി പോകും എന്ന് പറഞ്ഞിട്ടുള്ള ആള് റോമുലസ് വിറ്റേക്കർ ആണ്, who established the Madras Crocodile Bank, an animal lover. So അദ്ദേഹമാണ് ഇതാദ്യമായിട്ട് പുറത്തു കൊണ്ടുവരുന്നത്. ഇനി ഇതിനു ശേഷം ഇതൊരു വലിയൊരു പ്രസ്ഥാനമായി മാറും. നമ്മൾ വളരെയധികം നമ്മുടെ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ സാഹിത്യകാരന്മാരൊക്കെ ഏറ്റെടുത്ത ഒരു സംഭവമാണ്. അതായത് സുഗതകുമാരി ഒരു പോയട്രി എഴുതിയിട്ടുണ്ടായിരുന്നു, സുഗതകുമാരി ടീച്ചർ. ദാറ്റ് ഈസ് an ode to a tree, മരത്തിന് സ്തുതി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എങ്ങനെ മരം, അത് ഒരുപാട്. പിന്നെ നമ്മുടെ സലീം അലി, ഓർണിത്തോളജിസ്റ്റ്, he had also spoken. There were so many people, so many scientists who did not want a dam to be constructed.
അങ്ങനെ ഇത് ജനങ്ങളൊക്കെ ഏറ്റെടുത്തു. സ്കൂളുകളിലൊക്കെ ഇത്തരത്തിലുള്ള ഇതിനെതിരെ ഒരുപാട് ക്ലാസ്സുകളും സെമിനാറുകളും ഒക്കെ നടത്തപ്പെടുകയായി. അങ്ങനെ ഇതിന് എന്ത് വരും? മാൻ വേഴ്സസ് മങ്കി ഡിബേറ്റ് ആയി മാറി. വാട്ട് ഈസ് ദിസ് മാൻ വേഴ്സസ് മങ്കി ഡിബേറ്റ് നൗ? മനുഷ്യനാണോ വലുത്, കുരങ്ങുകളാണോ വലുത്? മനുഷ്യന് കൃഷി ചെയ്യാൻ വെള്ളമില്ല, മനുഷ്യന് പിന്നെ ഒരു ഫാക്ടറി തുടങ്ങാനാണെങ്കിൽ പവറില്ല. അപ്പൊ ഇത്തരത്തിലുള്ള അവസരത്തിൽ മനുഷ്യന്റെ താല്പര്യമാണോ മുന്നിട്ട് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഇത്തരം കുരങ്ങുകളെയാണോ സംരക്ഷിക്കണം? മനുഷ്യൻ ചിലപ്പം ഇത്തരം പോപ്പുലേഷൻ ജനസാന്ദ്രത കൂടിയിട്ട് മനുഷ്യൻ ചിലപ്പം ഒരു തരത്തിലും വഴിയില്ലാതെ മരിച്ചു പോയേക്കാം. അപ്പോഴും കുരങ്ങുകളെയാണോ സംരക്ഷിക്കേണ്ടത്? അപ്പൊ അതൊരു വലിയ വിവാദമായി മാറി. മാൻ വേഴ്സസ് മങ്കി ഡിബേറ്റ്. Okay, this continued for many years, and you could see this protest got national-wide attention, worldwide attention, and finally the plan had to be cancelled. ഓക്കെ, അങ്ങനെ അതിനൊരു നാഷണൽ പാർക്ക് ആക്കി മാറ്റുവാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അതിനൊരു നാഷണൽ പാർക്കിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് ദിസ് പെർട്ടിക്കുലർ പ്ലാൻ ഗോട്ട് സ്ക്രാപ്ഡ് ഓഫ്. ആൻഡ് ദാറ്റ് വാസ്, യു കെൻ സീ ദ ഡേറ്റ് ഹിയർ, 7th December 1985. when it was made a national park. 7th September 1985. അതിനെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സോൺ ആക്കി മാറ്റുകയും ചെയ്തു. കാരണം വളരെ മൂല്യം ഉള്ള ചെടികൾ, വളരെ അപൂർവമായിട്ടുള്ള മൃഗങ്ങളും ഒക്കെ കണ്ടുപിടുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇറ്റ് became so important. From 1st September 1986, it was designated as the core area of the Nilgiri Biosphere Reserve. Core area of the Nilgiri Biosphere Reserve. So that is how the plan, the whole problem got settled. Man versus monkey debate. That is the importance of Silent Valley. At the end, I have a video for you. നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതായിരിക്കും, പക്ഷെ നമ്മൾ കണ്ടിട്ടൊന്നുണ്ടാവില്ല Silent Valley. So here you can see a few travel enthusiasts going to Silent Valley, exploring the deep forest, and also how they are enjoying. You can see that at the end. Okay, നിങ്ങൾക്ക് കാണിച്ചു. അതിന് മുന്നേ let us discuss the third sanctuary, which is known as വേതാന്തങ്ങൾ. ഓക്കെ, വേതാന്തങ്ങൾ എന്ന് പറയുമ്പം ഹാംലെറ്റ് ഓഫ് ദ ഹണ്ടർ എന്നാണ് ഉദ്ദേശം. ഹാംലെറ്റ് എന്ന് പറഞ്ഞാൽ കുടിൽ, ഹണ്ടർ വേട്ടക്കാരൻ. അതിന് അങ്ങനത്തെ ഒരു വേർഡാണിത്. ഹാംലെറ്റ്, HAMLET, ഹാംലെറ്റ് ഓഫ് ദ ഹണ്ടർ. ഇറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് വേതാന്തങ്ങൾ. തമിഴ്നാട്ടിലുള്ളതാണ്. ഇതും എന്തിനാ ഒരു, if you are planning to become an ornithologist like Salim Ali, you can definitely go there. വളരെയധികം ഏരിയയിലുള്ളത്, 30 hectare. You can see how this is located in Chengalpattu district in Tamil Nadu. ഒരു വളരെയധികം എന്താ പറയുക, റെയർ ആയിട്ടുള്ള പക്ഷികളെയാണ് ഇവിടെ കാണുന്നത്. Birds from different parts of the world come here. That is the importance of this particular zone. Okay, now it is the home of migratory birds എന്നുള്ളതാണ്. അവിടെ തന്നെ ഉള്ളതല്ല, പുറമേന്ന് വരുന്ന ഒരുപാട് പക്ഷികൾ. Pintail, grey wagtail, gargane, blue-winged teal. So you can see a lot of types of different species of birds from different parts of the world. It is considered to be the oldest water bird sanctuary. Please know the point. The oldest water bird sanctuary in India. Any meaning on the hamlet of the hunter. Now this was also a favorite hunting spot of the landlords. നാട്ടുപ്രമാണിമാരുടെ ഒരു പ്രധാനപ്പെട്ട ഇഷ്ട സങ്കേതമായിരുന്നു ഹണ്ടിങ് എന്നൊക്കെ. പക്ഷികളുടെ കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, പക്ഷികളെ അമ്പെയ്ത് വീഴ്ത്തുന്ന കഥകളൊക്കെ. So why now? How come so many migratory birds come here in different seasons? Mainly because of small lakes. Geographical speciality. Small lakes are there. Dotted, whole area is dotted by small lakes here and there. That is the reason why birds come here. It is a feeding ground of different types of birds. Moreover, villagers, ആ നാട്ടിലെ സാധാരണ ആൾക്കാർ, അവര് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പക്ഷികൾ വരുമ്പം. അവർക്ക് എങ്ങനെ അവരുടെ പക്ഷികൾ വരുമ്പം എങ്ങനെ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷെ എന്നാലും ടൂറിസ്റ്റ് വരുമ്പോഴും അല്ലെങ്കിൽ
other types of pollution happen, you can see birds dying in large numbers too. So that is ചൂട് വല്ലാതെ കൂടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷം ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്കറിയാലോ ബേർഡുകൾ ഒന്നായി ചത്തെടുക്കുന്നത്. അപ്പൊ അതിനെതിരെയൊക്കെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. ഇറ്റ് ഈസ് അഗൈൻ എ ബേർഡ് സാങ്ച്വറി, വെൽ പ്രൊട്ടക്റ്റഡ് നൗ. ഇറ്റ് ഹാഡ് ബിക്കം എ ബേർഡ് സാങ്ച്വറി ആസ് ഏർലി as 1798. So I have a few images here, a few birds here, and the next image is, you can see so many birds. ചെടി കണ്ടോ, ലേക്ക് ചുറ്റും, ഓക്കെ, ചുറ്റും കണ്ടിട്ടില്ലേ ബേർഡ്സ് വന്നിട്ടില്ല, ഒരുപാട് ബേർഡ്സ് വന്ന് കണ്ടോ. അപ്പൊ ഈ ചെറിയ ഇത്രത്തെ പ്രത്യേകതയാണ്. കുറെ ഒരു ഭാഗത്തെ വെള്ളം, ചെടികള്, പിന്നെ കുറെ പോലത്തെ ബേർഡ്സ് അതിനെ ആകർഷിക്കുന്നുണ്ട്. സോ geographical peculiarity of this particular area attracts, and the villagers make sure that this particular peculiarity is conserved. അപ്പം പുറമേ നിന്നുള്ള അധിക എൻക്രോച്ച്മെന്റ് ഒന്നും ഇല്ലെങ്കിൽ ഇറ്റ് വിൽ കണ്ടിന്യൂ ലൈക്ക് ദിസ് ഫോർ മെനി ഇയേഴ്സ്. ഓൾ ഓഫ് us can enjoy it if we go there. So these are the three major wildlife sanctuaries of India given in a syllabus. They are Garh, Silent Valley, and also the last one, Vedantangal. Now at the end I have in fact a video for you about Silent Valley of our own state. I hope all of you would enjoy. Okay, I'll come back with another type of tourism in the next class. Bye bye.